1964 പോയി കോട്ടയം ജില്ലാ പ്രചാരകനായിരുന്നെങ്കിലും നമ്മുടെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയായിരുന്നു. കോട്ടയത്ത് 3 വർഷം ഉണ്ടായിരുന്നു. കോട്ടയം ജില്ല നേരത്തെ പരിചയമുള്ള ജില്ല തന്നെയായിരുന്നു. നമ്മുടെ പഴയ കണക്കനുസരിച്ച് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. പിന്നെയാണ് ഇടുക്കി ജില്ലയായതും ഒക്കെ. പക്ഷേ കോട്ടയം ജില്ലയാണെങ്കിലും അത് കോട്ടയം ജില്ലയുടെ ഒരു മൂലയാണ് ഈ ചങ്ങനാശ്ശേരി. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ ആലപ്പുഴ ജില്ലയായി, ഒരു 2 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ പത്തനംതിട്ട ജില്ലയായി. അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം. ചങ്ങനാശ്ശേരിയുടെ അതിർത്തിയിൽ ആണ് പത്തനംതിട്ടയുടെ തുടക്കം, അതായത് തിരുവല്ല താലൂക്കിൻ്റെ തുടക്കം. പടിഞ്ഞാറ് അമ്പലപ്പുഴ താലൂക്ക് തുടക്കമാണ് ഒരു 2 കിലോമീറ്റർ പോയാൽ. പക്ഷേ നമ്മുടെ കണക്കനുസരിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശാഖ തുടങ്ങിയ സ്ഥലങ്ങൾ അമ്പലപ്പുഴ ജില്ലയിലുണ്ട്, അതായത് അമ്പലപ്പുഴ താലൂക്കിലുണ്ട്. ഇപ്പോൾ ഈ വാലടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് കുട്ടനാട്ടിലാണ്, പുഞ്ചപ്പാടങ്ങളാണ് അവിടെ ശാഖയുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അന്ന് ഒരു 2-3 കിലോമീറ്ററെങ്കിലും വള്ളത്തിൽ വേണം പോകാൻ. തോണിയാണ്. അവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളും പിന്നെ തോണിയിലാണ് വരിക. അവിടെ ഈ വാലടി എന്ന സ്ഥലമാണ് അവിടെ ശാഖ ഉണ്ടായിരുന്നത്. ആ വാലടി എന്നുള്ള സ്ഥലത്തിന് വളരെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒന്ന്, ഈ ഒരു വലിയ ആവനവൻ കടമ്പ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു പണ്ട്. ആ നാടകം നടക്കുന്ന സ്ഥലം വാലടിക്കാവിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ്. വാലടി എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രാധാന്യമുള്ളത്, ഈ സർദാർ കെ.എം. പണിക്കരുടെ കാവാലം കുടുംബത്തിൻ്റെ ആസ്ഥാനം വാലടിയിലാണ്. അതേപോലെ സുരേഷ് ഗോപിയുടെ തറവാടും വാലടിയിലാണ്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ ഒക്കെ അവർക്ക് എങ്ങോട്ട് പോകണമെങ്കിലും തോണിയിൽ വേണം പോകാനായിട്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അവിടെ ധാരാളം നല്ല ചങ്ങനാശ്ശേരി കോളേജിലും ഒക്കെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരാണ് അവിടുത്തെ ശാഖയിലുണ്ടായിരുന്നത്. അവരിൽ പലരും ഇപ്പോഴും വളരെ നല്ല നിലയിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയും അവിടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയൊക്കെ വെച്ചിട്ടുണ്ട്. ബോംബെയിൽ തന്നെ പല ശാഖകളുടെയും ചുമതല വഹിക്കുന്നവരവരാണ്. ചങ്ങനാശ്ശേരിയിൽ താമസിച്ചിരുന്ന സ്ഥലം പെരുന്നയാണ്. NSSൻ്റെ വക ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവിടെയാണ് താമസിച്ചിരുന്നത്. കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള ധനശേഖരണം നടക്കുന്ന കാലമായിരുന്നു അത്. ആ ധനശേഖരണം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഉണ്ടായിരുന്നത്, ഈ വിവേകാനന്ദ ശിലാസ്മാരക സമിതിയുടെ പ്രസിഡന്റ് അന്ന് മന്നത്തു പത്മനാഭനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഹരിയേട്ടനും ഞാനും അന്ന് വിവേകാനന്ദ സ്മാരകത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് BP ജനാർദ്ദനാണ്. ഞങ്ങൾ 3 പേരും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ഒരു അഭ്യർത്ഥന എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു അഭ്യർത്ഥന എഴുതി തന്നു. അതനുസരിച്ച് ആ അഭ്യർത്ഥനയായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കണം ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, NSSൻ്റെ സ്കൂളുകളുണ്ട് ധാരാളം. ആ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർക്ക് ഈ അഭ്യർത്ഥനകൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ അഭ്യർത്ഥനയോടൊപ്പം തന്നെ അന്ന് സ്കൂളുകളുടെ മാനേജരായിരുന്ന ഒരു വാസുദേവൻ പിള്ള ഉണ്ടായിരുന്നു. മുക്കപ്പുഴയല്ല, വേറൊരു വാസുദേവൻ. അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം അന്ന് ചങ്ങനാശ്ശേരിയിൽ നമ്മളൊരു പൊതുയോഗം കൂടി, അതിൽ മന്നത്തു പത്മനാഭനായിരുന്നു അതിലെ അധ്യക്ഷൻ. അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വക ഒരു സംഭാവനയും അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ എഴുതി കൊടുത്ത് വാങ്ങുകയും ചെയ്തു. അവന് NSSൻ്റെ ബാക്കിയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യാതെയായി. അപ്പോൾ അവിടുത്തെ NSSൻ്റെ ജനറൽ മാനേജറുണ്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം എല്ലാ സ്കൂളുകൾക്കും സർക്കുലർ അയച്ചു. അവർക്കൊക്കെ ഈ കത്തിൻ്റെ മാതൃകയും അയച്ചു കൊടുത്തു. അങ്ങനെ അന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്ത് വിവേകാനന്ദ സ്മാരകത്തിന് അയച്ചത് ഈ കോട്ടയം ജില്ലയിൽ നിന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കിട്ടിയതൊക്കെ. ഈ മന്നത്തു പത്മനാഭൻ തന്നെ പലപ്പോഴും ചില സമയത്തൊക്കെ നമ്മളോട് രോഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പറയണമല്ലോ ഈ അവസരത്തിൽ, ഈ സംഘത്തിൻ്റെ സർക്കാർ വിവാഹമായിരുന്ന ഭയ്യാജി ദാണി ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് അദ്ദേഹം അവിടെ NSSൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു സാംഘികയിലാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുത്തെ ഒരു പഴയ NSSൻ്റെ അധ്യാപകനായിരുന്ന ഒരു മാധവൻപിള്ളയുടെ വീട്ടിൽ താമസിച്ചു. അവിടുന്നാണ് പിന്നെ അടുത്ത പരിപാടിക്ക് പോയത്. അതിനിടയിൽ ഈ മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചു. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. അതും ഈ കത്തോലിക്കരും അല്ലാത്തവരുമായിട്ടുള്ള ക്രിസ്ത്യാനികളും NSSും ചേർന്നിട്ടാണ് ഈ കേരള കോൺഗ്രസ് രൂപീകരിച്ചത്. ഇപ്പോൾ NSSൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അതിൽ നേതാക്കന്മാരായി വന്നു. ആർ ബാലകൃഷ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണത്. അങ്ങനെ വന്ന സമയത്ത് ഈ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഹിന്ദു സമുദായത്തിന് മൊത്തത്തിൽ ദോഷമായിരിക്കും വരുത്തുക എന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു പരമേശ്വർജിയുടെ വക. ആ പ്രസ്താവന വായിച്ചവരോട്ട് മന്നത്തിന് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? NSSൻ്റെ സ്ഥാപനങ്ങളുടെ ഒന്നും ഇനി RSSൻ്റെ പരിപാടികൾ നടത്താൻ പാടില്ല എന്നൊരു നിരോധനം എല്ലാ സ്ഥലങ്ങളിലേക്കും അയച്ചു. അങ്ങനെ
ഒരു ഇതും കൂടി നമുക്കുണ്ടായി. പക്ഷേ അത് നമ്മൾ മറികടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്കൂളുകളെല്ലാം തന്നെ പ്രാദേശികമായിട്ടുള്ള NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു നമ്മളുണ്ടാക്കിയ സ്കൂളാണ്, ഇവിടെ RSS വേണമെങ്കിൽ നമ്മൾ അവിടെ RSSനെ കൊണ്ട് കളിപ്പിക്കണമെങ്കിൽ നമുക്ക് കളിപ്പിക്കാം എന്ന് വിചാരിച്ച് പല സ്കൂളുകളും ആ സർക്കുലർ മാനിച്ചില്ല, അവിടെ NSSൻ്റെ പരിപാടികൾ നടത്തുകയും ചെയ്തു. പക്ഷേ അടുത്ത തവണ ഗുരുജിയുടെ സന്ദർശനം വന്ന സമയത്ത് സാധാരണ നിലയിൽ കോട്ടയത്ത് നായർ സമാജം സ്കൂളിലാണ് ഇത് നടത്താറുള്ളത്. അവിടെ സൗകര്യമുണ്ട്, ഗ്രൗണ്ടുണ്ട്, നല്ല പരിപാടികൾ നടക്കാം. നേരത്തെയും സംഘത്തിൻ്റെ പരിപാടികൾ പലതും യാദവരാജയുടെ ഒക്കെ അവിടെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്കൂളിൽ ആ സ്കൂള് NSSന് കൈമാറിയവർ. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് NSSന് കിട്ടിയില്ല, അത് നമ്മുടെ സംഘ പരിപാടിക്ക് കിട്ടിയില്ല, ഗുരുജിയുടെ പരിപാടിക്ക്. പക്ഷേ നമുക്ക് മാമൻ മാപ്പിള ഹാള്, ടൗൺ ഹാളാണ്, മുനിസിപ്പാലിറ്റിയുടെയാണ്, ആ ഹാളിലാണ് പരിപാടി നടത്തിയത്. അപ്പോൾ അങ്ങനെയും ചില അനുഭവങ്ങൾ അതിലുണ്ടെന്ന് പറയാം. പിന്നെ പരമേശ്വരയുടെ ഒരു പ്രസ്താവന വന്നു. ആ പ്രസ്താവന വന്ന സമയത്ത് ചോദിച്ചു ആരായി ഈ പരമേശ്വരൻ എന്ന് ചോദിച്ചു. അപ്പോൾ മാധവൻ നായർ സാറിൻ്റെ വീട്ടിൽ ഭയ്യജനൊക്കെ താമസിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു മാധവൻ നായരുടെ വീട്ടിൽ ഇങ്ങനെ RSSൻ്റെ ഒരു നേതാവ് വന്ന് താമസിച്ചിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞു. ഉടനെ മാധവൻ നായരെ വിളിച്ചു. മാധവൻ നായരെ വിളിച്ച സമയത്ത് മാധവൻ നായർ പറഞ്ഞു NSSൻ്റെ ഏറ്റവും മുതിർന്ന അധ്യാപകനാണ് ഈ മാധവൻ നായർ. ഈ കേന്ദ്ര ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് ദേശീയ തലത്തിൽ കൊടുത്ത ആദ്യത്തെ ബെസ്റ്റ് ഹെഡ് മാസ്റ്റർ എന്നുള്ള ബഹുമതി അദ്ദേഹത്തിനാണ് കിട്ടിയത്. ആ മാധവൻ നായരെ വിളിച്ച് ചോദിച്ചു എന്താ ഈ അവിടെ RSS നേതാവ് വന്ന് താമസിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഒരു ഭയ്യാജി എന്ന് പറഞ്ഞ ഒരാളാണ് വന്ന് താമസിച്ചത്. ആള് വർത്തമാനമൊക്കെ പറഞ്ഞു, ഞങ്ങൾ പല വിവരങ്ങളും സംസാരിച്ചു, ഒരു വിവരമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് മാധവൻ നായർ സാറ് വന്നതിനോട് പറഞ്ഞു. ഒരു മുള്ളി വിട്ടു അദ്ദേഹത്തെ, നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ NSSൻ്റെ സഹകരണം നമുക്ക് പിന്നെ അതിനുശേഷം കുറേ നാളത്തേക്ക് ഇല്ലായിരുന്നു. പക്ഷേ പന്തളത്ത് ഔട്ടിച്ച് കഴിഞ്ഞ് ഗുരുജി തിരിച്ചു പോകുന്ന വഴി അന്ന് മന്നം വളരെ അവശനായിട്ട് കിടക്കുന്ന സമയമാണ്. അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും മന്നം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഒരുപാട് കരയുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ മന്നത്തിനെ സംബന്ധിച്ച് വേറൊരു സംഭവമുണ്ട്. മന്നം എവിടെ പോയാലും താമസിക്കുന്നത് NSSൻ്റെ ഏതെങ്കിലും പ്രമുഖനായിട്ടുള്ള നേതാവായിരിക്കും. എറണാകുളത്ത് വരികയാണെങ്കിൽ കളത്തിൽ വേലായുണ്ടാരുണ്ട്, ജഡ്ജിയായിരുന്ന വേറൊരു തോട്ടക്കാട്ട് ഒരു മേനനുണ്ട്, മന്നത്തിൻ്റെ ഭാര്യയുടെ ബന്ധുവാണ്, അവിടേക്കായിരിക്കും താമസിക്കുക. സംഘത്തിൻ്റെ ഒരു പരിപാടിക്ക് വന്നു. അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ ആ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയത് പരമേശ്വർജിയായിരുന്നു. പരമേശ്വർജി പോയി ക്ഷണിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ എറണാകുളത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സ്വയംസേവകരുടെ ഒരു ബൈഠക്ക് TDM ഹാളിൽ നടന്നു. അതിലൊക്കെ വളരെ ആവേശപൂർവ്വം സംസാരിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം അവിടുത്തെ മൈതാനത്ത്, TDM ഹാളിൻ്റെ എതിർവശത്തുള്ള മൈതാനമുണ്ടല്ലോ, വലിയ മൈതാനം, ആ മൈതാനത്ത് പരിപാടിയായിരുന്നു. ആ പരിപാടിയിലും വളരെ അദ്ദേഹമാണ് അധ്യക്ഷത വഹിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ നിങ്ങളെയൊക്കെ കാണുന്ന സ്ഥലത്ത് എനിക്കും ഈ നിക്കറും ഒക്കെ ഇട്ട് നിങ്ങളുടെ കൂടെ നിന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഗുരുജിയുടെ അവിടുത്തെ പ്രസംഗവും മന്നത്തിനെ ഏറ്റവും പ്രശംസിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരാൾ വലുതാകുന്നത്, മഹാന്മാരാകുന്നത് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഇടയിൽ ഈ രാജ്യത്തിൻ്റെ ഈ ഭാഗത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വാചകവും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് തീർച്ചപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു മുഖസ്തുതിയായിട്ട് എടുത്താൽ എന്നൊക്കെ പറഞ്ഞ് ഗുരുജിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം താമസിച്ചത് നമ്മുടെ അവിടുത്തെ എറണാകുളത്തെ കാര്യവാഹമായിരുന്ന അനന്തപ്രഭുവിൻ്റെ വീട്ടിലാണ്. ഗുരുജി താമസിക്കുന്ന അനന്തപ്രഭുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം മന്നത്തോത്തനാവനും അനന്തപ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ചു. അനന്തപ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ കോട്ടയത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ മന്നത്തിൻ്റെ ആത്മകഥയിൽ ഇത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അനന്തപ്രഭുവിൻ്റെ വീട്ടിലാണ് താമസിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. മന്നത്തിൻ്റെ പൊതുജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നായരല്ലാത്ത ഒരു സംഘപ്രവർത്തകൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംഘത്തിൻ്റെ ചരിത്രത്തിൽ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ അത് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ വന്ന് താമസിച്ച ഗുരുവായൂരുള്ളപ്പോൾ അന്ന് ഗുരുവായൂരും എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എറണാകുളത്താണ് വരേണ്ടിയിരുന്നത്. പക്ഷേ പിന്നീട് പലപ്പോഴും അദ്ദേഹത്തെ പോയി കാണാനും ഈ വിവേകാനന്ദ സ്മാരകത്തിൻ്റെ കാര്യങ്ങൾക്കും അതേപോലെ പല ആവശ്യങ്ങൾക്കും പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കാര്യമായിരുന്നു. കാരണം എൻ്റെ മുത്തച്ഛനുമായിട്ട് അദ്ദേഹം വളരെ അടുപ്പത്തിലായിരുന്നു. അന്ന് ഇവിടെ വന്നാൽ പലപ്പോഴും നമ്മുടെ ഇതിനടുത്ത മുത്തച്ഛൻ താമസിച്ചിരുന്ന വീടുണ്ട്, ആ വീട്ടിൽ വരുമായിരുന്നു, അവിടെ താമസിച്ചിട്ടുമുണ്ട്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. പിന്നെ ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങാനായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നു മന്നത്തിൻ്റെ. എസ്റ്റേറ്റ് രംഗത്തേക്ക് ഇറങ്ങിയാലേ കാശുണ്ടാവുള്ളൂ എന്നുള്ള നാട്ടിൽ. എന്നിട്ട് അന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് നടന്നു വന്നിട്ടുണ്ട്, അന്ന് ബസ്സൊന്നുമില്ല. അതെ, കോട്ടയം ജില്ല പ്രവർത്തനം കഴിഞ്ഞിട്ട് ജനസംഘം
ജനസംഘത്തിൻ്റെ ചുമതല. ജനസംഘത്തിൻ്റെ ഓർമ്മകൾ ആദ്യമായിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നെല്ലാം മടക്കി കിട്ടി കോഴിക്കോട് പോയി കഴിഞ്ഞ് ആദ്യമായിട്ടാണ് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ സംഘപ്രവർത്തനം നടത്തേണ്ടി വന്നിട്ടില്ല. ഞാൻ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള പേരാമ്പ്ര വരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പ്രചാരകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പരിചയമില്ല. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും പോവുക, അവിടെയുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുക, സംസാരിക്കുക, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ അവർ യോഗമൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രസംഗിക്കുന്നത് ഈ സംഘത്തിലില്ലാതെ പുറമേ പ്രസംഗിച്ചിട്ടുള്ള ശീലമില്ലല്ലോ. അങ്ങനെ പോയി ആദ്യത്തെ ഒരു 1-2 ആഴ്ച രാമപിള്ള സാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാമപിള്ള പ്രസംഗിക്കുന്നത് കേൾക്കും, ചില സ്ഥലത്ത് പരമേശ്വരി പ്രസംഗിക്കുന്നത് കേൾക്കും. പക്ഷേ അതുപോലെ ചെയ്യാൻ കഴിയണ്ടേ. അങ്ങനെ ആദ്യത്തെ ഒരു പൊതുയോഗത്തെ നേരിട്ട് പ്രസംഗിച്ചത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. താനൂർ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലാണ്. അന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു.